എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധിയുടെ അപ്പമായ പെസഹ അപ്പം അല്ലെങ്കിൽ ഇൻട്രി അപ്പം, കുരിശപ്പം എന്നൊക്കെ പറയുന്ന വിശുദ്ധമായ അപ്പമാണ് തയ്യാറാക്കുന്നത്. കൂടെ അതിന് മുക്കി കഴിക്കാനുള്ള പാലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചുരുക്കം ചില വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തീയ ഭവനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇത് വ്യാഴാഴ്ച ദിവസം വൈകിട്ട് അവരുടെ വീടുകളിൽ ഉണ്ടാക്കും. എന്നിട്ട് ഗൃഹനാഥൻ ഇത് മുറിക്കും. ഓശാന ഞായറിന് കിട്ടുന്ന കുരുത്തോല അതിനകത്ത് കുരിശു പോലെ വയ്ക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം മഞ്ഞളും കൂടി അതിനകത്ത് വെച്ചാണ് ഇത് ഉണ്ടാക്കാറ്. എങ്ങനെയാണ് വിശുദ്ധമായ ഈ ഇൻട്രിയപ്പം തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പോൾ വിശുദ്ധിയുടെ അപ്പമായ പെസഹ അപ്പവും അല്ലെങ്കിൽ ഇൻട്രിയപ്പവും പാലും നമുക്കുണ്ടാക്കാം. ഉഴുന്ന് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പച്ചരി അതിന് നേരെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. അതായത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്ക് 2 മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം. 1 ഗ്ലാസ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചരി എത്ര എടുത്തോ അത്രയും തന്നെ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി. വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഈ അപ്പത്തിന് മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ എടുക്കുക. ഉഴുന്ന് പരിപ്പും പച്ചരിയും വേറെ വേറെ ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊക്കെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരുപാട് വെള്ളത്തിൽ അരച്ചു കൂട്ടരുത്. നമുക്ക് ഇഡലിയുടെയൊക്കെ ഒരു പരുവത്തിനുള്ള ആ ഒരു വെള്ളം മതി. അങ്ങനെ അരച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നും അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയ്ക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂട്ടിയിട്ട് അരച്ചിട്ട് തേങ്ങ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ചതച്ചെടുത്ത തേങ്ങ ഉഴുന്നും അരിയും അരച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഇപ്പോൾ ഇത്ര ഇടുക, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചുടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇരിക്കുമ്പോൾ ഇനി കുറച്ചുകൂടി കുറുകും. ഇതൊരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇത് പുളിക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പെസഹ അപ്പം എന്ന് പറയുന്നത് പുളിക്കാത്ത അപ്പമാണ്. ഇപ്പോൾ 2 മണിക്കൂർ ഞാൻ വെച്ചു. അതിന് ശേഷം ഉപ്പൊക്കെ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഇല ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം മാത്രം നമ്മൾ മാവൊഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ സ്റ്റൗവിൽ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിതെടുത്ത് വയ്ക്കാം. പ്ലേറ്റ് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആവി അടഞ്ഞിട്ട് വേവാൻ താമസമായിരിക്കും. ഇത് വയ്ക്കുമ്പോൾ കുറച്ച് പൊങ്ങിയിരിക്കുമല്ലോ. ഒരു 25 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ശരിക്കും കുക്കായിട്ടുണ്ട്. സ്റ്റീമറിൽ വെച്ച സമയത്ത് ഞാനിതിൻ്റെ പാല് തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് പാല് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പാല് തയ്യാറാക്കുന്നതിനായിട്ട് 150 ഗ്രാം ശർക്കര സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടിയും ഏലക്കയും ജീരകപ്പൊടിയും ഉപ്പും കൂടി വേണം. പിന്നെ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം തിക്പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2ാം പാലും എടുത്തിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് വറുത്ത് അതും ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്ക് ശർക്കരപ്പാനി നല്ലോണം അരിച്ചെടുക്കണം. അതിനകത്തേക്ക് 2ാം പാൽ ഒഴിച്ചിട്ട്
പിന്നെ തലപ്പാൽ ഒഴിച്ചുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ വറുത്ത അരിപ്പൊടി, ചുക്ക്, ഏലയ്ക്ക, ജീരകം ഇതെല്ലാം പൊടിച്ചതും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തിക്കാവും. അത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. പച്ച ഇടുമ്പോഴത്തേന് ടേസ്റ്റ് കുറവായിരിക്കും. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുണ്ട്. 5 മിനിറ്റോളം ഇപ്പം ഞാൻ ഇളക്കി. വറുത്ത അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് ഇത് വേകാൻ അധികം താമസമില്ല. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഓശാന ഞായറിന് കിട്ടുന്ന ഉരുത്തോല വെച്ച് കുരിശുമുണ്ടാക്കി ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനകത്തൊരു മഞ്ഞളും കൂടി വെച്ചിട്ടാണ് ഈ അപ്പം തയ്യാറാക്കുന്നത്. ഗൃഹനാഥൻ മുറിക്കുമ്പോഴേക്കും ആ മഞ്ഞൾ കിട്ടുന്ന ഭാഗം ആർക്കാണോ കിട്ടുന്നത് അവർ ഭാഗ്യവാന്മാരാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മുറിച്ചിട്ട് പാലിൽ മുക്കിയാണ് നമ്മളിത് കഴിക്കാറ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്